തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണം. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ചുപൊറുപ്പിക്കില്ല. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആർജവത്തോടെ ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത്. RSS മേധാവി മോഹൻ ഭാഗവത്തിന്റെ പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാല VC-മാർ പങ്കെടുത്തതിനെതിരെയാണ് സർക്കാർ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ ഉദയ കൺവെൻഷൻ സെന്ററിലായിരുന്നു RSS പരിപാടി. കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ, MG സർവകലാശാല VC D മാവൂത്ത്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവർ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തത് ഏറെ ഗൗരവതരമാണ്. അതാണ് വി.ഡി. സതീശന്റെ വാക്കുകളിൽ കാണുന്നത്. VC-മാരുടെ നടപടി അതീവ ഗൗരവമായാണ് കാണുന്നത്. ഗുരുതര വീഴ്ചയാണ് VC-മാർക്കുണ്ടായത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞുകുളിക്കുന്ന തരത്തിലാണ് അവർ പെരുമാറിയത്. VC-മാർ നിഷ്പക്ഷത പാലിക്കണമെന്നും തെറ്റുതിരുത്തി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോണും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. UDF RSS-ന് കീഴടങ്ങിയതിന്റെ ഫലമാണെന്നാണ് പിണറായി വിജയന്റെ വിമർശനം. എന്നാൽ UDF സർക്കാരിന്റെ കാലത്ത് മാത്രമാണോ ഇത്തരം സംഭവം ഉണ്ടായത്? അല്ല എന്ന് ചരിത്രം പറയും. LDF ഭരണകാലത്തും VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അതിനെതിരെ ഒരക്ഷരവും മിണ്ടിയതുമില്ല. വി.ഡി. സതീശൻ ഇപ്പോൾ കാണിച്ച ആർജവം പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കാണിച്ചിട്ടില്ല. LDF സർക്കാരിന്റെ കാലത്ത് RSS അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസ് സംഘടിപ്പിച്ച ജ്ഞാനസഭയിലാണ് 4 VC-മാർ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷം ജൂലൈ 27-നായിരുന്നു പരിപാടി. മോഹൻ ഭാഗവത് മുഴുവൻ സമയവും പങ്കെടുത്ത പരിപാടിയിൽ VC-മാർ പങ്കാളികളാകുന്നതിന്റെ ഷെഡ്യൂൾ ഒരാഴ്ച മുൻപ് തന്നെ വന്നിരുന്നു. കേരള VC മോഹൻ കുന്നുമ്മൽ, കാലിക്കറ്റ് VC P രവീന്ദ്രൻ, കണ്ണൂർ VC KK സാജു, കുഫോസ് VC A ബിജുകുമാർ എന്നിവരാണ് ജ്ഞാനസഭയിൽ പങ്കെടുത്തത്. ഇതിനെ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു എതിർത്തില്ല. VC-മാരുടെ വ്യക്തിപരമായ തീരുമാനമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സംസ്ഥാന സർക്കാരിന്റെ നോമിനിയും CPM അനുകൂല അധ്യാപക സംഘടനയിലെ അംഗവുമായിരുന്നു കുഫോസ് VC-യായ ബിജുകുമാർ. എന്നാൽ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ് അത് ചർച്ചയായപ്പോഴാണ് ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ മന്ത്രിയായിരുന്ന ബിന്ദുവിനും VC-മാരെ വിമർശിക്കേണ്ടി വന്നു. ആ CPM-ഉം പിണറായി വിജയനുമാണ് ഇപ്പോൾ UDF-നെയും സതീശിനെയും ആക്ഷേപിക്കുന്നത് എന്നതാണ് രസകരം. തങ്ങളുടെ കാലത്ത് ഗവർണർക്കെതിരെ പോരാട്ടമെന്ന് പറയുകയും അതേസമയം ഗവർണറുമായി ഒത്തുതീർപ്പ് നടത്തി ഭരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. SFI സമരങ്ങളെ പോലും ദുർബലമാക്കി ഗവർണറുമായി സന്ധിയുണ്ടാക്കിയ ചരിത്രവും പിണറായിക്കുണ്ട്. അന്നും ഗവർണറുടെ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ ശക്തമായി തുറന്നടിച്ചത് UDF ആയിരുന്നു. അതേ നിലപാട് തന്നെയാണ് അധികാരത്തിലേറിയപ്പോഴും UDF പിന്തുടരുന്നത്. ഗവർണറുമായി പോരാട്ടത്തിനില്ലെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് ശ്രമിച്ചാൽ അനുവദിക്കില്ലെന്ന കൃത്യമായ നിലപാടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ലെന്ന നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇതിലൂടെ സതീശൻ. അത് വരും ദിനങ്ങളിൽ ഗവർണറുമായുള്ള പോരാട്ടത്തിനും കാരണമാകും.